കേന്ദ്രം വിലക്കിയ സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന സംസ്ഥാന സർക്കാർ നിലപാടിന് പിന്നാലെ അയഞ്ഞ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കൂടുതൽ സിനിമകൾക്ക് പ്രദർശനാനുമതി നൽകി. നിലവിൽ 19 സിനിമകളിൽ 12 സിനിമകൾക്കാണ് കേന്ദ്രം പ്രദർശനാനുമതി നൽകിയത്. 72 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശനത്തിന് എത്തുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, ഒരുപക്ഷേ ആ വിലക്ക് ഇവിടെ വിലപ്പോകില്ലെന്ന് കേന്ദ്ര സർക്കാരിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. എവിടെയൊക്കെ മതനിരപേക്ഷതയ്ക്ക് കടക്കൽ കത്തിവെക്കുന്നുവോ അവിടെയൊക്കെ സംഘപരിവാറിന് വെല്ലുവിളി ഉയർത്തി കേരളം മുന്നിൽ തന്നെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഈ സിനിമകൾ 19 സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് തീരുമാനമെടുത്തത്. അതിന് പിന്നാലെയാണ് വാലും ചുരുട്ടി സംഘപരിവാർ സർക്കാരിന് മടങ്ങേണ്ടി വന്നത്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? വളരെ സമഗ്രമായി ചുരുക്കി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘപരിവാർ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏറ്റവും ശക്തമായി തന്നെ എതിർക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ് ഇത്തരം നിലപാടുകൾ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടുന്ന 19 സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയ കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ 3 സിനിമകൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടെടുത്തതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടാണ് 9 സിനിമകൾക്ക് അനുമതി നൽകുന്ന ഒരു സമീപനം കേന്ദ്ര INB മന്ത്രാലയത്തിന്റെ ഭാഗത്ത് കാണുന്ന ഒരു കാര്യം. പലസ്തീൻ പാക്കേജിൽ ഉൾപ്പെട്ട സിനിമകൾക്കടക്കമാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പ്രദർശന അനുമതി ലഭിക്കാത്ത അല്ലെങ്കിൽ നൽകാത്തൊരു സാഹചര്യം.